ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി പാർട്ടാണ്. എന്താണ് SBIPO പ്രിലിംസിന്റെ ഒരു റീസണിങ് സെക്ഷൻ. നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 15 നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ പ്രിലിംസിന് വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 15 ക്വസ്റ്റ്യൻസും നമുക്ക് സീറ്റിംഗ് ആൻഡ് പസിലിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അത്രയും 15 ക്വസ്റ്റ്യൻസ് ഒരു 3 സെറ്റ് ഓഫ് സീറ്റിംഗ് ആൻഡ് പസിലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ലെങ്ത് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഒരു 8 പേരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവർ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുവാണ്. പല പല ഡെസിഗ്നേഷൻ ആണ്, അവർക്ക് പല പല പോസ്റ്റ് ആണുള്ളത്. സോ അവരുടെ പോസ്റ്റുകൾ പറയുന്നുണ്ട്, ഡെസിഗ്നേഷൻ പറയുന്നുണ്ട്. ക്ലർക്ക് ഉണ്ട്, PO ഉണ്ട്, SMO, മാനേജർ, DG, GM, AGM, DGM. സോ 8 പോസ്റ്റ്. അവരുടെ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട് സീനിയോറിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ ക്ലർക്ക് ടു PO അല്ലെങ്കിൽ PO ടു നെക്സ്റ്റ് ഡെസിഗ്നേഷൻ SMO, അങ്ങനെയാണ് അവർ ഇരിക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അവർക്ക് കളേഴ്സ് ഇഷ്ടമാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 8 പേരുടെ ഡെസിഗ്നേഷനും ഉണ്ട്, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും ഉണ്ട്. അപ്പൊ നമ്മള് ആളുടെ പേര്, ഡെസിഗ്നേഷൻ, കളർ, ഇത് മൂന്നും നമ്മളൊരു കോംബോ ആയിട്ട് 8 പേരുടെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ ഇതൊരു PO ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലർക്കിന് എന്തായാലും ഈ ഒരു ഇത്രയും വരത്തില്ല, ഇത്രയും ലെങ്ത് വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. സോ ഇത്രയും കാര്യങ്ങള് അവരെ പറ്റിയിട്ട് ജസ്റ്റ് 8 പേരുണ്ട്, പല കളേഴ്സ്, പല ഡെസിഗ്നേഷൻ, അത് മാത്രം പറഞ്ഞിരിക്കുന്ന പോയിന്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടം തൊട്ടാണ് കേട്ടോ. അറ്റ്മോസ്റ്റ് 2 persons ആർ ജൂനിയർ ടു T. ടിയെക്കാട്ടിലും ജൂനിയർ ആയിട്ട് അറ്റ്മോസ്റ്റ് 2 പേര്. എന്താണ് അറ്റ്മോസ്റ്റ്? മാക്സിമം. അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പം മിനിമം ഇത്ര പേരെങ്കിലും, അല്ലെങ്കിൽ മിനിമം ആണ് നമ്മൾ പറയാനാണ് അറ്റ്ലീസ്റ്റ് ടേം യൂസ് ചെയ്യുന്നതെങ്കിൽ, അറ്റ്മോസ്റ്റ് നമ്മൾ മാക്സിമം ടിയെക്കാട്ടിലും ജൂനിയർ, ടി അല്ലേ, ടിയെക്കാട്ടിലും ജൂനിയർ 2 പേരെ ആകാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഈ പോസ്റ്റ് അനുസരിച്ചിട്ട് അവരെ ഒന്ന് അറേഞ്ച് ചെയ്തിരുത്തുക. ഓക്കെ, അവരുടെ പോസ്റ്റ് അനുസരിച്ചിട്ട് അവരെ ഒന്ന് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് അറേഞ്ച് ചെയ്യുവാണേ പോസ്റ്റുകൾ. ഏറ്റവും സീനിയർ ആരാ? DGM ഉണ്ട്, then AGM, പിന്നെ GM, DGM, AGM, GM, DG, then manager, SMO, PO and clerk. ഇത്രയും പോസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് പോവാം. ഓക്കെ, 8 പേരുടെ അവരുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള ആള്, അത് സീനിയോറിറ്റി കുറഞ്ഞ ആള്. ഓക്കെ, ഞാനപ്പോ ഡിക്രീസിങ് ക്വസ്റ്റ്യനിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സീനിയോറിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇൻക്രീസിങ് ഓർഡർ. ഞാൻ ഇപ്പം ഇവിടുന്ന് ഡിക്രീസിങ് ഓർഡർ എങ്ങനെ വേണേലും എടുക്കാം. നമ്മൾ അതനുസരിച്ചിട്ട് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫിക്സ് ചെയ്ത് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. ഇപ്പൊ ഞാനിവിടെ ക്ലർക്ക് എഴുതുവാണെങ്കിൽ ക്ലർക്ക്, PO, SMO, മാനേജർ, അങ്ങനെ പോകും. ഞാൻ ഇപ്പൊ തിരിച്ചെഴുതി, രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് എടുക്കാം. അറ്റ്മോസ്റ്റ് 2 persons ആർ ജൂനിയർ ടു T. ടിയെക്കാട്ടിലും ജൂനിയർ മാക്സിമം എത്ര പേരെ ആവാവൂ? 2 പേര്. അപ്പൊ 2 പേരെ ടിയെക്കാട്ടിലും ജൂനിയർ ആയിട്ട് മാക്സിമം വരാവൂ. T മാനേജർ തൊട്ട് മുകളിലോട്ട് സീനിയർ ആവത്തില്ല. മാനേജറിന് സീനിയർ പോസ്റ്റിലോട്ടും T വരത്തില്ല. T മിനിമം എന്താ SMO ആയിരിക്കും, അല്ലെങ്കിൽ PO ആകാം, അല്ലെങ്കിൽ ക്ലർക്ക് ആകാം. ടിക്ക് സാധ്യത ഈ 3 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ നമ്മൾ എവിടെ ഫിക്സ് ചെയ്തു? T ഒന്ന് SMO ആക്കി.
അപ്പൊ മാക്സിമം എത്ര പേര് വന്നു? 2 പേര്. ഇനി ടിയെ തന്നെ ഇവിടെ വന്നൂടെ? വരാനൊരു സാധ്യതയില്ലേ? ഞാൻ ഇത് പോസിബിലിറ്റി അങ്ങനെ എടുത്ത് കാണിക്കുവാണ് കേട്ടോ. പോസിബിലിറ്റി അങ്ങനെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ്. ടിക്ക് വേണമെങ്കിൽ പിഒ ആകാം. ഈ ടിക്ക് തന്നെ വേണമെങ്കിൽ ആരുമാകാം? ക്ലർക്ക് ആകാം. ഈ 3 പോസിബിലിറ്റിയിൽ ടിക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഒറ്റ പോസിബിലിറ്റിയിലെ ആൻസർ കിട്ടുള്ളൂ. ഇനി എന്താ? 2 persons are in between T and the one who likes blue color. ടീയുടെയും ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആളുടെയും ഇടയിൽ എത്ര പേര് വരണം? 2 പേര്. സോ എന്തായാലും ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആള് ടീയേക്കാൾ ജൂനിയർ അല്ല. ജൂനിയർ ആകെ 2 പേരേ ഉള്ളൂ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ. സെക്കൻഡ് പോസിബിലിറ്റിയിൽ ഒരാളേ ഉള്ളൂ. തേർഡ് പോസിബിലിറ്റിയിൽ ടി ആണ് ജൂനിയർ. സോ എന്തായാലും ടിയേക്കാൾ സീനിയർ ആണ് ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആളെങ്കിൽ ഫസ്റ്റ് പോസിബിലിറ്റി ടി എസ് എം ഒ ആയാൽ ബ്ലൂ എവിടെ വരും? ജി എം ആയിരിക്കും. സെക്കൻഡ് പോസിബിലിറ്റിയിൽ ബ്ലൂ ഡി ജി ആയിരിക്കും. തേർഡ് പോസിബിലിറ്റിയിൽ മാനേജറിനായിരിക്കും ബ്ലൂ കളർ ഇഷ്ടം. സോ 3 പോസിബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു? ബ്ലൂവിനെ ഫിക്സ് ചെയ്തു. ക്യൂ ഈസ് 3 പോസ്റ്റ് സീനിയർ ടു ദ വൺ ഹു ലൈക്സ് ബ്ലൂ കളർ. ആർക്കാണോ ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആള് അയാളെക്കാളും 3 പോസ്റ്റ് സീനിയർ ആയിരിക്കും ആര്? ക്യൂ. ക്യൂ എന്ന് പറയുന്ന ആള് 3 പോസ്റ്റ് സീനിയർ ആണ് ടു ദ വൺ ഹു ലൈക്സ് ബ്ലൂ കളർ. അപ്പൊ ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആളെക്കാളും 3 പോസ്റ്റ് സീനിയർ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ഇഷ്ടപ്പെടുന്നത് ജി എം ആണെങ്കിൽ ബ്ലൂവിനേക്കാൾ 3 പോസ്റ്റ് സീനിയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടോ എനിക്ക് ക്യൂവിനെ ഫിക്സ് ചെയ്യാൻ? ക്യൂ അല്ലേ? ക്യൂവിനെ ഫിക്സ് ചെയ്യാൻ ഇല്ല. അങ്ങനെ ഒരു വേക്കൻസി ഇല്ല. കാരണം ബ്ലൂവിനേക്കാൾ 2 പോസ്റ്റ് സീനിയോറിറ്റി മാത്രമുള്ള ആൾക്കാർ വരെ ഉള്ളൂ. സോ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ എന്തില്ല? ആൻസർ ഇല്ല. ക്യാൻസൽ ചെയ്തു നമ്മൾ. ആക്കല്ലേ? ആദ്യത്തെ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്തു. രണ്ടാമത്തെ ഇത് നോക്കുവാണെങ്കിൽ ബ്ലൂ ഇവിടെ വന്നാൽ ബ്ലൂവിനേക്കാൾ 3 പോസ്റ്റ് സീനിയർ എന്ന് പറയുമ്പോൾ എനിക്ക് ക്യൂവിനെ ഇവിടെ ഫിക്സ് ചെയ്യാം. 3 പോസ്റ്റ് സീനിയർ. ആൻഡ് തേർഡ് പോസിബിലിറ്റിയിൽ ക്യൂവിനെ എനിക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. 3 പോസ്റ്റ് സീനിയർ എന്ന് പറയുമ്പോഴത്തേക്ക് 2 കഴിഞ്ഞ് 3ാമത്തെ സീനിയോറിറ്റിയിലാണ് ക്യൂ. ഓക്കെ. ഇനി എന്താ? അപ്പൊ ഇവിടെ വരെ കഴിഞ്ഞു. 2 പോസിബിലിറ്റി ആയ, ഒരു പോസിബിലിറ്റി കട്ടായി. ക്യൂവിന്റെയും ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആളുടെയും ഇടയിൽ 4 പേര് വരണം. ക്യൂവിന്റെയും ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആളുടെയും ഇടയിൽ 4 പേര്. അപ്പൊ എന്തായാലും ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആള് ക്യൂവിനേക്കാൾ ജൂനിയർ ആണ്. 1 2 3 4 ഓറഞ്ച് ഇവിടെ വരും. സെക്കൻഡ് പോസിബിലിറ്റിയിൽ ക്യൂ ഇവിടെ വന്നാൽ ഓറഞ്ച് എവിടെ വരും? ഇവിടെ വരും. ഓക്കെ ആണോ? 1 2 3 4 1 2 3 4. അപ്പോൾ ഓറഞ്ചിനെ നമ്മൾ ഫിക്സ് ചെയ്ത് ഇവിടം വരെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആർ ഈസ് ജൂനിയർ ടു ഡി ജി. ആറ് ഡയറക്ടർ ജനറൽ ഡി ജിയെക്കാട്ടിലും ജൂനിയർ ഇതല്ലേ ഡി ജി. സോ ഡി ജിയെക്കാൾ ജൂനിയർ എന്ന് പറയുമ്പോൾ ആർദേ മാനേജർ, എസ് എം ഒ, പി ഒ, ക്ലർക്ക്. ഈ 4 പോസ്റ്റുകളിൽ ഏതോ ഒരു പോസ്റ്റ് ആണ്. അതിൽ നമ്മൾ ഓരോ പോസ്റ്റ് വീതം അവരെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഓരോ പോസ്റ്റ് 2 പോസിബിലിറ്റിയിൽ ടി എ ഫിക്സ് ചെയ്തു. നമുക്ക് നോക്കാം. അപ്പൊ 6 ജൂനിയർ ടു ഡി ജി ആണ്. ബട്ട് ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ ആൻഡ് റെഡ് കളർ. പക്ഷെ 6-ന് എന്തല്ല? ബ്ലൂവോ റെഡോ ഇഷ്ടമല്ല. 6-നും ബ്ലൂവോ റെഡോ ഇഷ്ടമല്ല. ഇനി അപ്പൊ അത് നമ്മൾ നോക്കി. അടുത്ത പോയിന്റ് എടുക്കാം. പി ഈസ് ജസ്റ്റ് ജൂനിയർ ടു ആർ. 6-ന്റെ തൊട്ട് താഴെ തൊട്ട് ജൂനിയർ ആരാ? പി ആണ്. അപ്പൊ 6-ന്റെ തൊട്ട് ജൂനിയർ എന്ന് പറയുന്നത് പി ആണ്. പി ഈസ് ജസ്റ്റ് ജൂനിയർ ടു ആർ ബട്ട് സീനിയർ ടു ദ വൺ ഹു ലൈക്സ് ഗ്രീൻ കളർ. പക്ഷെ പി എന്ന് പറയുന്നത് ഗ്രീനിനെക്കാട്ടിലും അല്ലെങ്കിൽ ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ആളിനെക്കാട്ടിലും സീനിയർ ആണ്. ഓക്കെ. അപ്പം പി എന്ന് പറയുന്നത് 6-ന്റെ ജസ്റ്റ് ജൂനിയർ ആണ്, പക്ഷെ ഗ്രീനിനെക്കാളും സീനിയർ ആണ്. അതാണ് ഈ പോയിന്റിന്റെ അർത്ഥം. അപ്പൊ അത് നമുക്ക് നോക്കാം. 2 പോസിബിലിറ്റിയിലായിട്ട് നമുക്ക് നോക്കാം. എന്നാൽ 6 ഡി ജിയെക്കാളും ജൂനിയർ ആയിരിക്കും. അപ്പൊ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും നോക്കാം. 2 പോസിബിലിറ്റിയിലായിട്ടുണ്ട്. 6-ന്റെ തൊട്ട് ജൂനിയർ ആയിട്ട് പി വരണം. അപ്പൊ അടുപ്പിച്ച് വരണം. 2 വേക്കൻസി അടുപ്പിച്ചുണ്ടെങ്കിൽ അവരെ 2 പേരെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, 6-നെയും പിയും. ഫസ്റ്റ് പോസിബിലിറ്റിയിൽ, അതായത് നമുക്ക് ക്യൂ ഡി ജി എമായിട്ട് വരുന്ന ആ ഒരു ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ഞാൻ നോക്കുവാണെങ്കിൽ ഡി ജിയെക്കാൾ ജൂനിയർ 4 പോസ്റ്റ് വേക്കൻ്റ് ആണ്.
ആറിനെയും പി എനിക്ക് അഡ്ജസ്റ്റന്റ് ആയിട്ട് അടുപ്പിച്ച് ഫിക്സ് ചെയ്യണം. ആറിന്റെ തൊട്ട് ജൂനിയർ ആയിരിക്കും പി. സോ എനിക്ക് ആറ് ഡി ജിയുടെ ജൂനിയർ ആകുകയും വേണം എന്ന് പറയുന്ന കേസിൽ ആർ ഇവിടെ വരത്തില്ല. ആർ ഇവിടെ വന്നാൽ പി ഇവിടെ വരണം. ആർ ഇവിടെയും വരത്തില്ല, കാരണം ആറിനേക്കാൾ ജൂനിയർ ഒരു പോസ്റ്റ് ഇല്ല, പി എ ഫിക്സ് ചെയ്യാം. സോ എനിക്ക് എവിടെ ഫിക്സ് ചെയ്യാം? ആർ ഇവിടെ വന്നാൽ പി ഇവിടെ. അതേ ഓപ്ഷൻ ഉള്ളൂ. താഴത്തെ പോസിബിലിറ്റിയിലോ? ഓക്കെ, താഴത്തെ പോസിബിലിറ്റിയിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം? ആറിന്റെ തൊട്ട് ജൂനിയർ ആയിരിക്കണം പി. അപ്പൊ ഇവിടെ നോക്കിയാ ആറിന് റെഡോ ബ്ലൂവോ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. താഴത്തെ പോസിബിലിറ്റിയിൽ ഞാൻ ഡി ജിയെക്കാട്ടിലും ജൂനിയർ ആയിട്ട് ഇത്രയും പ്ലേസസ് ഉണ്ട് അല്ലെ. അതിൽ ഇവിടെ എന്തായാലും ആറ് വരത്തില്ല, ഇവിടെ ആറ് വരത്തില്ല, കാരണം ആറിന്റെ തൊട്ട് താഴെ പി വരണം. പോയിട്ട് ഈ രണ്ട് പോസിബിലിറ്റിയിൽ ആറിന് വരാം. പക്ഷെ എന്താ, ഇവിടെ ആറ് വന്നാൽ ആറിന് ബ്ലൂ ആവത്തില്ല, ആറിന് ബ്ലൂ ഇഷ്ടമല്ല എന്ന് പറയുന്നില്ലേ. സോ ഇവിടെ ആറ് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ആറ് ഇവിടെയല്ലേ വരത്തുള്ളൂ. ആറ് ഇവിടെ വന്നാൽ പി ഇവിടെ, ആറ് അവിടെ വന്നാൽ പി ഇവിടെ. ഇനി പി ഗ്രീനേക്കാളും സീനിയർ ആണെന്ന് പറയുന്നുണ്ട്. ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ആളിനേക്കാളും സീനിയർ ആണ് പി. അപ്പൊ ഇവിടെ പി വന്നാൽ താഴത്തെ പോസിബിലിറ്റിയിൽ ഇനി പി യേക്കാൾ ജൂനിയർ ഒരൊറ്റ വേക്കൻസി ഉള്ളൂ. ആ വേക്കൻസിയിൽ എനിക്ക് ടീയുടെ കളർ എന്തായിട്ട് കൊടുക്കാം? ഗ്രീൻ. രണ്ടാമത്തെ പോസിബിലിറ്റി, നടുക്കത്തെ പോസിബിലിറ്റിയിൽ ഗ്രീൻ ഇവിടെ വരാം. നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടേക്കുന്ന പോയിന്റ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി എന്താ? number of persons junior to P is same as number of persons senior to the one who likes white color. അല്ലേ? അതായത് നമ്പർ ഓഫ് പേഴ്സൺ ജൂനിയർ ടു പി, പി യെക്കാട്ടില് ജൂനിയർ എത്ര പേരുണ്ടോ, പിയുടെ ജൂനിയർ എത്ര പേരുണ്ടോ അത്രയും നമ്പർ ഓഫ് പേഴ്സൺസ് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നതിനേക്കാളും സീനിയർ ആയിട്ട് വരണം. അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റിയിൽ നോക്കാം. സെക്കൻഡ് പോസിബിലിറ്റിയിൽ പി യെക്കാട്ടിലും ജൂനിയർ 2 പേരുണ്ട് അല്ലെ. പി യേക്കാൾ ജൂനിയർ 2 പേരുണ്ടെങ്കിൽ വൈറ്റ് ഇഷ്ടപ്പെടുന്നതിനേക്കാളും സീനിയർ ആയിട്ടും എത്ര പേര് തന്നെ വരണം? 2 പേരെങ്കിൽ വൈറ്റ് എവിടെ വരും? ഇവിടെ വരും. ഓക്കെ, പി യേക്കാൾ ജൂനിയർ 2, വൈറ്റ് ഇഷ്ടപ്പെടുന്നതിനേക്കാളും സീനിയർ ആയിട്ടുള്ള 2 പേര്. സെക്കൻഡ്, താഴത്തെ പോസിബിലിറ്റിയിൽ പി യേക്കാൾ ജൂനിയർ ഒരാള്, അപ്പൊ വൈറ്റ് ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ എത്ര പേരെ ആവാവുള്ളൂ? ഒരാള്. അപ്പൊ വൈറ്റിനെ ഫിക്സ് ചെയ്തു. രണ്ട് പോസിബിലിറ്റിയിലായിട്ട് വൈറ്റിനെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വി ഈസ് നോട്ട് ഡി ജി എം. വി എന്തല്ല? ഡി ജി എം അല്ല. വി ഡി ജി എം അല്ല, പക്ഷെ വി ഈസ് സീനിയർ ടു ദ വൺ ഹു ലൈക്സ് വൈറ്റ് കളർ. വി ഡി ജി എം അല്ല, പക്ഷെ വി എന്തായിരിക്കണം? വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളെക്കാട്ടിലും സീനിയർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, താഴത്തെ പോസിബിലിറ്റിയിൽ വൈറ്റിനെക്കാട്ടിലും സീനിയർ എന്ന് പറയുമ്പം ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ താഴത്തെ പോസിബിലിറ്റിയിൽ അല്ലെ. വൈറ്റിനേക്കാളും സീനിയർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പോസ്റ്റേ ഉള്ളൂ വേക്കന്റ്. അത് ഏത് പോസ്റ്റാ വേക്കന്റ്? ഡി ജി എം. പക്ഷെ അവിടെ ആര് വരരുത്? വി വരരുതെങ്കിൽ ഈ പോസിബിലിറ്റിയിൽ എന്തില്ലെന്ന അർത്ഥം? ആൻസർ ഇല്ല. പറഞ്ഞ പോയിന്റ് കിട്ടിയോ? വൈറ്റിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളായിരിക്കണം വി. വി ഡി ജി എം ആവല്ലേ എന്ന് പറയുന്ന കേസിൽ താഴത്തെ പോസിബിലിറ്റി നമുക്ക് കട്ടാക്കാം. സോ രണ്ടാമത്തെ പോസിബിലിറ്റിയിലാണ് ആൻസർ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, വൈറ്റിനെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള ആള്, എന്നാൽ ഡി ജി എം അല്ല വി എന്ന് പറയുമ്പോൾ വി എനിക്ക് കറക്റ്റ് അവിടെ ഫിക്സ് ചെയ്യാം, എ ജി എം ആയിരിക്കും. ഓക്കെ, വി എ ഫിക്സ് ചെയ്തു. അപ്പൊ ഈ പോയിന്റ് എടുത്തു. ഇനി ലാസ്റ്റ് ഒരു 1-2 പോയിന്റ് കൂടെ നമുക്ക് എടുത്താൽ ആൻസർ ആവും. അപ്പോഴും നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ടില്ല. ആറിന് റെഡ് ഇഷ്ടമല്ല, അത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഗ്രീനെ ഫിക്സ് ചെയ്തിട്ടില്ല. പി യേക്കാൾ ജൂനിയർ ആണ് ഗ്രീൻ, അതും ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ദ വൺ ഹു ലൈക്സ് സിൽവർ കളർ ഈസ് 3 posts junior to you. ഓക്കെ, സിൽവർ ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറയുന്നത് യുവിനേക്കാള് 3 പോസ്റ്റ് എന്തായിരിക്കും? ജൂനിയർ ആയിരിക്കും. യുവിനെക്കാട്ടില് 3 പോസ്റ്റ് ജൂനിയർ ആണ് സിൽവർ ഇഷ്ടപ്പെടുന്ന ആള്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യു എന്തായാലും ഇവിടെ വരത്തില്ല, കാരണം യുവിനേക്കാൾ ജൂനിയർ വേക്കൻസി ഇല്ല. ഓക്കെ, അപ്പൊ പിന്നെ യുവിനെ എനിക്ക് എവിടെ ഫിക്സ് ചെയ്യാം? യു ഈ 2 പൊസിഷനിൽ എവിടെയാണ് യു വരാനുള്ള സാധ്യതയുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അതില് യു ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടായിരിക്കുമോ? യു ഇവിടെ വന്നാൽ യുവിന്റെ 3 പോസ്റ്റ് ജൂനിയർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? യെസ്, യുവിന്റെ 3 പോസ്റ്റ് ജൂനിയർ എന്ന് പറയുമ്പോൾ 1, 2, 3 ഇവിടെ ആര് വരണം? സിൽവർ ഇഷ്ടപ്പെടുന്ന ആള് വരണം. പക്ഷെ അവിടെ ഓൾറെഡി ഞാൻ ഓറഞ്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുമല്ലേ. അപ്പൊ യുവിന് ഇവിടെ വരാൻ പറ്റത്തില്ലെന്നാണ് അർത്ഥം.
ഓക്കെ, അപ്പൊ യുവിന് പോയിട്ട് എവിടെ വരാൻ പറ്റൂ? യുവിന് ഇവിടെ വരാം, അവിടെ വരും. അവിടെ വന്നാൽ 1 പോസ്റ്റ് ജൂനിയർ, 2 പോസ്റ്റ് ജൂനിയർ, 3 പോസ്റ്റ് ജൂനിയർ. ഇവിടെ എനിക്ക് ആരെ ഫിക്സ് ചെയ്യാം? സിൽവർ ഇഷ്ടപ്പെടുന്ന ആളിനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? എസ് ഈസ് ജസ്റ്റ് ജൂനിയർ ടു ദ വൺ ഹു ലൈക്സ് യെല്ലോ കളർ. എസ് എന്ന് പറയുന്ന ആള് ജസ്റ്റ് ജൂനിയർ ആണ് ആരെക്കാട്ടിലും? യെല്ലോ ഇഷ്ടപ്പെടുന്ന ആളിനെക്കാട്ടിലും. അപ്പൊ ഇനി നോക്കുക, എസിനെ എനിക്ക് എവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും? എസ് യെല്ലോ ഇഷ്ടപ്പെടുന്ന ആളെക്കാളും ജസ്റ്റ് ജൂനിയർ ആണ്. 2 വേക്കൻസി അല്ലേ ഉള്ളു. ഇനി എസ് ഞാൻ ഇവിടെ കൊടുത്താൽ ഇവിടെ യെല്ലോ വരണം, വരുമോ? ഇല്ല, അവിടെ ഓൾറെഡി ഞാൻ സിൽവർ ഫിക്സ് ചെയ്തു. പോയിട്ട് ഇതല്ലേ ഉള്ളു വേക്കൻസി. ഇവിടെ എസ് വന്നാൽ ഇവിടെ എനിക്ക് ആരെ കൊടുക്കാം? യെല്ലോ. അതേ ഉള്ളു ഓപ്ഷൻ. എസ് ഈസ് ജസ്റ്റ് ജൂനിയർ ടു ദ വൺ ഹു ലൈക്സ് യെല്ലോ കളർ. യെല്ലോ ഇഷ്ടപ്പെടുന്ന ആളെക്കാളും ജസ്റ്റ് ജൂനിയർ ആയിട്ട് എസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ അറേഞ്ച്മെന്റ്. ഇനി നമുക്ക് നോക്കാം ബാക്കിയും കൂടെ എങ്ങനെ ഫിക്സ് ചെയ്യാം. ഇവിടെ 2 പോയിന്റ് നമ്മുടെ എടുത്തിട്ടില്ല. ആറിന് റെഡ് ഇഷ്ടമല്ല, പിയെക്കാളും ജൂനിയർ ആണ് ഗ്രീൻ അല്ലെ, അല്ലെങ്കിൽ ഗ്രീനിനേക്കാളും സീനിയർ ആണ് പി എന്നൊരു പോയിന്റ് ആദ്യം പറയുന്നുണ്ടായിരുന്നു. സോ ഇവിടെ പി വന്ന സ്ഥിതിക്ക് പിയെക്കാൾ ജൂനിയർ ആയിട്ട് ഇനി ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ആള് വരണമെങ്കിൽ ആകെ 2 ജൂനിയർ വേക്കൻസി ഉള്ളൂ. അതിലൊരു ജൂനിയർ സിൽവർ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അടുത്ത ജൂനിയറിനെ എനിക്ക് എന്ത് ഫിക്സ് ചെയ്യാം? ഗ്രീൻ. ഇനി ആറിന് റെഡ് ഇഷ്ടമല്ല, ബ്ലൂ ഇഷ്ടമല്ല. ബ്ലൂ ഓൾറെഡി യുവിന് വന്നു. റെഡ് ഇനി ഫിക്സ് ചെയ്യാനുണ്ട്. റെഡും ഫിക്സ് ചെയ്യണം. പോയിട്ട് ബാക്കി ആരെ ഫിക്സ് ചെയ്യണം? പിങ്ക്. റെഡും പിങ്കും ആണ് ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ റെഡിന് വരാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ റെഡ് ഇവിടെ അല്ലേ വരത്തുള്ളൂ. റെഡ് ക്യൂവിന് വന്നാൽ പിങ്ക് ആർക്ക് വരും? ആറിന് വരും. ഇനി ആൾക്കാര് പോയിട്ട് ബാക്കിയുള്ള ഒരു പേഴ്സന്റെ പേര് നമുക്ക് കിട്ടാനുണ്ട്. ആ പേഴ്സൺ ക്ലർക്കായിട്ട് ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് അവിടെ വരും ലാസ്റ്റ് വേക്കൻസിൽ. അതാരാ? പി ഫിക്സ് ചെയ്ത് PQRS TUV W ഉണ്ടല്ലേ, W ഗ്രീൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ട് ഈസ് ദ ഡെസിഗ്നേഷൻ ഓഫ് എസ്? എസിന്റെ പോസ്റ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. എസ് എന്തായിട്ട് വരും? GM. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷനില് GM കാണും, നോക്കി സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ ഇത് എടുത്തിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിനൊരു 5 സബ് ക്വസ്റ്റ്യൻസ് വരും. അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ ഈ സെയിം ആൻസർ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇവിടുന്ന് തന്നെ ഞാൻ ചോദിക്കാവുന്ന സബ് ക്വസ്റ്റ്യൻസ് ഒരു ജസ്റ്റ് ഒരു മോഡൽ പോലെ പറയുവാണ്. നമ്മളോട് ചോദിക്കാം വിയുടെ പോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ വിയെക്കാട്ടിലെ സീനിയർ എത്ര പേരുണ്ട് ഒരാള്, അല്ലെങ്കിൽ വിയെക്കാട്ടിലെ സീനിയർ എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ സെയിം നമ്പർ ജൂനിയർ ആയിട്ടുള്ള ആൾ ഏത്. അപ്പൊ വിയെക്കാൾ സീനിയർ ഒരാളാണെങ്കിൽ ടിയേക്കാൾ ജൂനിയർ ഒരാൾ, അപ്പൊ ടി ആൻസർ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ പല പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഈ ആൻസർ നമ്മൾ അടുത്ത സ്ലൈഡ് എടുക്കുമ്പോഴത്തേക്ക് സ്കിപ്പ് ആവും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതാണ് ആൻസർ. നോട്ട് ചെയ്തോണേ, ഇതാണ് ആൻസർ. ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ തന്നാലും എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്താണ്, പോസ്റ്റ് ഉണ്ട്, ആൾക്കാരുടെ പേരുണ്ട്, കളേഴ്സ് ഇഷ്ടപ്പെടുന്നതും ഉണ്ട്. അപ്പൊ അത്രയും കൂടെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇവിടുന്ന് 5 മാർക്കിന് സബ് ക്വസ്റ്റ്യൻ. ഞാൻ സബ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. മാനേജർ ഇഷ്ടപ്പെടുന്ന കളർ ഏത്? അപ്പൊ നമ്മുടെ കയ്യിൽ ആ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് നോക്കിയിട്ട് ആൻസർ പറയാനായിട്ട് പറ്റും. യു ഈസ് ഡാഷ് ആൻഡ് ലൈക്സ് ഏത് കളർ? യു എന്ത് പോസ്റ്റ് ആണ്, യുവിന് എന്ത് കളറാണ് ഇഷ്ടം? നമ്മുടെ കയ്യിൽ ആ ആൻസർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സിൽവർ ഇഷ്ടപ്പെടുന്ന ആൾ ഏതാണ്? അതിന്റെ ഓപ്ഷൻസ് ആണിത്. ഓപ്ഷൻസ് ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. ഡയറക്റ്റ് ആളുടെ പേരായിരിക്കും തരില്ല. ചിലപ്പം സിൽവർ ഇഷ്ടപ്പെടുന്നത് ഹു ഈസ് ഇമ്മീഡിയറ്റ് സീനിയർ ടു ഡബ്ല്യുവിന്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അത് നോക്കിക്കോളുക. ക്യൂവിന്റെ ക്യൂ അല്ല, ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് സീനിയർ ആയിട്ടുള്ള ആളാണ് സിൽവർ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഓപ്ഷൻ എ വരും.
അതല്ല ആളുടെ പേര് പി ആണെങ്കിൽ പി എന്ന ഓപ്ഷൻ വരും. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ്. താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ട്രൂ ആയിട്ട് വരുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ചിലപ്പോൾ 1 മാത്രമായിരിക്കും ശരി, അങ്ങനെയാണെങ്കിൽ only 1. ചിലപ്പോൾ 2 മാത്രമായിരിക്കും ശരി, അങ്ങനെയാണെങ്കിൽ only 2. 3 മാത്രം ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ 3 ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. 2 മാത്രമാണെങ്കിൽ only 2, 1ഉം 2 ഫോളോസ് ആണെങ്കിൽ both 1, only 1 and 2. 2ഉം 3ഉം ആണ് കറക്റ്റ് എങ്കിൽ only 2 and 3. ഒന്നും ശരിയല്ലെങ്കിൽ, എല്ലാം തെറ്റാണെങ്കിൽ none is correct. ഓക്കെ, ഓപ്ഷൻസ് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 9 പേര് അവര് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുവാണ്. either 4 or 5 persons purchase after K. എന്താ അതിൻ്റെ അർത്ഥം? കെക്ക് ശേഷം പർച്ചേസ് ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ 5 ആകാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കെ ഒന്ന് ഫിക്സ് ചെയ്യുക. കെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ കെക്ക് ശേഷം ഒന്നെങ്കിൽ 4 വരാം, ഒന്നെങ്കിൽ 4 പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിലോ അല്ലെങ്കിലോ 5 പേര് കെക്ക് ശേഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലേ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ മൊത്തം 9 പേരുണ്ടെങ്കിൽ കെയുടെ താഴോട്ട് 4 പേരോ വരാം, അല്ലെങ്കിൽ 5 പേരോ വരാം. കെക്ക് ശേഷം കെ കഴിഞ്ഞ് പർച്ചേസ് ചെയ്തവര് ഒന്നെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ 5 ആകാം. സോ ഈ 2 പോസിബിലിറ്റിയിലും എനിക്ക് കെയുടെ പൊസിഷൻ ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പോസിബിലിറ്റിയിൽ കെക്ക് ശേഷം 4 പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെക്ക് മുന്നേയും എത്ര പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? 4 പേര്. അപ്പോഴല്ലേ 9 പേരുടെ പൊസിഷൻ കംപ്ലീറ്റ് ആയുള്ളൂ. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ കെക്ക് ശേഷം 5 പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെക്ക് മുന്നേയോ 3 പേര് അല്ലെ. 5 3 8 1 9 പേരായി. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നമുക്ക് നോക്കാം. കെയുടെയും എല്ലിന്റെയും ഇടയിൽ പർച്ചേസ് ചെയ്തവരുടെ എണ്ണം 3 ആണ്. എം പർച്ചേസ് ജസ്റ്റ് ആഫ്റ്റർ എൽ. എം പർച്ചേസ് ചെയ്തേക്കുന്നത് എല്ലിന് തൊട്ട് ശേഷമാണ്. എന്നാൽ കെയുടെയും എല്ലിന്റെയും ഇടയിൽ എത്ര പേര് വരണം? 3 പേര് വരണം. അപ്പൊ ഒന്നാമത്തെ പോസിബിലിറ്റി ഒന്ന് നോക്കണേ. ഒന്നാമത്തെ പോസിബിലിറ്റിയിൽ കെയുടെ മുകളിലോട്ടോ താഴോട്ടോ എല്ലിന് പോയി. ഇൻ ബിറ്റ്വീൻ 3 പേര് വരണം എന്നേ പറയുന്നുള്ളൂ അല്ല അവർക്കിടയിൽ. അപ്പൊ കെയുടെ താഴോട്ട് എല്ലിന് പോകാൻ ഒരു സാധ്യത എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നോക്കിയേ, കെയുടെ താഴോട്ട് ഞാൻ നോക്കുവാണെങ്കിൽ 1 2 3 ഇവിടെ എനിക്ക് വേണമെങ്കിൽ എല്ലിനെ കൊടുക്കാം അല്ലെ. പക്ഷെ എല്ലിന്റെ തൊട്ട് താഴെ ആര് വരണം? എം വരണം. എം വരണം എന്ന് പറയുന്ന കേസിൽ ഇവിടെ എനിക്ക് എല്ലിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കെയുടെ മുകളിലോട്ട് ഞാൻ കൊടുക്കുവാണെങ്കിൽ 1 2 3 എൽ ഇവിടെ കൊടുത്താൽ ഇവിടെ എനിക്ക് ആരെ കൊടുക്കാം? എമ്മിനെ കൊടുക്കാം. അതല്ലേ ഓപ്ഷൻ ഉള്ളൂ. സോ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ എനിക്ക് അവിടെ ഫിക്സ് ചെയ്യാം. സെക്കൻഡ് പോസിബിലിറ്റിയിലോ കെയുടെ മുകളിലോട്ട് എന്തായാലും എനിക്ക് എല്ലിനെ കൊടുക്കാൻ സ്പേസ് ഇല്ല. 1 2 3 എൽ ഇവിടെ എനിക്ക് എമ്മിനെ കൊടുക്കാം. സോ 2 പോസിബിലിറ്റിയിലായിട്ട് നമ്മൾ ആ ഒരു കണ്ടീഷൻ ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്തു, ഇതും ഫിക്സ് ചെയ്തു, ഇവിടെ വരെ എത്തി. അടുത്ത എന്താ? നമ്പർ ഓഫ് പേഴ്സൺസ് പർച്ചേസ് ബിഫോർ എം. എമ്മിന് മുമ്പേ ഉള്ളവരുടെ അതേ എണ്ണമാണ് എന്നിന് ശേഷം. അപ്പൊ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ എമ്മിന് മുമ്പേ ഒരാളാണെങ്കിൽ എന്നിന് ശേഷം എത്ര പേരാ? ഒരാള്. സെക്കൻഡ് പോസിബിലിറ്റിയിൽ എം ലാസ്റ്റാ പർച്ചേസ് ചെയ്തെങ്കിൽ സെക്കൻഡ് പോസിബിലിറ്റിയിൽ എൻ ആദ്യമാണ് പർച്ചേസ് ചെയ്തത്. ആ പോയിന്റിന്റെ അർത്ഥം കറക്റ്റ് മനസ്സിലാക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകളിലായിട്ട് ഈ സെയിം പോയിന്റ് വരുന്ന മീനിങ്ങിൽ നമ്മൾ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ അവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് സെയിം, ഒരാളുടെ മുന്നിലോട്ടും ഒരാളുടെ ശേഷവും സെയിം നമ്പർ ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്നിനെ അങ്ങ് ഫിക്സ് ചെയ്തു. ഓ പർച്ചേസ് ചെയ്യുന്നത് എന്നിന്റെയും കെയുടെയും ഇടയിൽ എവിടെയോ ആണ്. ഓ പർച്ചേസ് ചെയ്തത് ബിറ്റ്വീൻ കെ ആൻഡ് എൻ ആണ്. അത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ
ഇവിടെയോ ഇവിടെയോ ഒയ്ക്ക് വരാം. സെക്കൻഡ് പോസിബിലിറ്റിയിൽ ഈ രണ്ട് പൊസിഷനിൽ എവിടെയോ ഒയ്ക്ക് വരാം. അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ക്യൂ പർച്ചേസ് ചെയ്ത് ജസ്റ്റ് ആഫ്റ്റർ പി. ക്യൂ പർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് ആഫ്റ്റർ പി. പിക്ക് തൊട്ട് ശേഷം പർച്ചേസ് ചെയ്ത ആള് ആരാ? ക്യൂ. പിക്ക് തൊട്ട് ശേഷം പർച്ചേസ് ചെയ്ത ആള് ക്യൂ ആണ്. ക്യൂ പർച്ചേസ് ജസ്റ്റ് ആഫ്റ്റർ പി ബട്ട് ബിഫോർ ഒ. പക്ഷെ എന്താ, ഒയ്ക്ക് മുന്നേ ആണ് ആര് പർച്ചേസ് ചെയ്യുന്നത്? ക്യൂ. ഓക്കെ. ദെൻ ആർ പർച്ചേസ് ബിഫോർ എസ് ബട്ട് ആഫ്റ്റർ ഒ. ആറ് പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആറ് പർച്ചേസ് ചെയ്യുന്നത് ഒയ്ക്ക് ശേഷവും എസിന് മുന്നേ ആണ്. ആർ പർച്ചേസസ് ബിഫോർ എസ് ആഫ്റ്റർ ഒ. ഇത്രയും പോയിന്റ്സ് ഇല്ലേ? അപ്പൊ ഇതൊന്ന് നോക്കിയേ. പി ക്യൂവും അടുത്തടുത്ത ആൾക്കാരാ. ക്യൂ ജസ്റ്റ് ആഫ്റ്റർ പി ആണ്. ക്യൂവിന് ശേഷമാണ് ഒ, ഒയ്ക്ക് ശേഷമാണ് ആർ, ആറിന് ശേഷമാണ് എസ്. അപ്പൊ ഈ 5 പേര് ഈ ഓർഡറിലല്ലേ വരുന്നത്. ഇതിൽ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് വരും. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് അറിയത്തില്ല, പക്ഷെ അവരുടെ ഓർഡർ അതാണ്. ഓക്കെ. പി എം ക്യൂവും അടുത്തടുത്ത് വരും. ബാക്കി അവരുടെ രണ്ടുപേരുടെയും താഴോട്ടാണ് ഒയും ആറും എസും വരുന്നത്, ഒ ആർ എസ് വരുന്നത്. അപ്പൊ രണ്ട് പോസിബിലിറ്റിയിലും 5 വേക്കൻസി വീതം ഉണ്ട്. ആ 5 വേക്കൻസിയിൽ ഇവരെ എടുത്ത് ഇങ്ങനെ ഇരുത്തിക്കൂടെ അല്ലെ? ആ 5 വേക്കൻസിയിൽ ഇവർ ഇതേ ഓർഡറിലാണ് അപ്പുറത്തോട്ട് വരുന്നത്. പി എം ക്യൂവും ശ്രദ്ധിക്കുക, അടുത്തടുത്ത ആൾക്കാരാണ്. സോ ഇവിടെ ആര് വരും? ഈ 5 എണ്ണത്തിൽ ആദ്യം പർച്ചേസ് ചെയ്തത് പി ആ. പിക്ക് തൊട്ട് ശേഷം തന്നെ ക്യൂ വന്നിട്ടുണ്ട്. ബാക്കി ഒ, ആർ, എസ് അല്ലേ? രണ്ടാമത്തെ പോസിബിലിറ്റിയിലും ഇവിടെ പി വരും. പിക്ക് തൊട്ട് ശേഷം ക്യൂ ഉണ്ട്, ഒ, ആർ, എസ്. അപ്പൊ 2 ആൻസർ കിട്ടി. ഇതിൽ ഏത് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കും? ഏത് ആൻസർ ആയിട്ട് എടുക്കും? അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഒ പർച്ചേസ് ചെയ്തത് ബിറ്റ്വീൻ എൻ ആൻഡ് കെ. എന്നിന്റെയും കെയുടെയും ഇടയിലായിരിക്കണം ആര് പർച്ചേസ് ചെയ്തത്? ഒ പർച്ചേസ് ചെയ്തത്. അപ്പൊ ഈ 2 പോസിബിലിറ്റി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും പോസിബിലിറ്റി ക്യാൻസൽ ചെയ്ത് പോവും? അത് ക്യാൻസൽ ചെയ്തു. കാരണം എന്താ? അതില് എന്നിന്റെയും കെയുടെയും ഇടയിൽ ആര് വന്നിട്ടില്ല? ഒ വന്നിട്ടില്ല. ഇതിൽ ഞാൻ നോക്കുവാണെങ്കിൽ എന്നിന്റെയും കെയുടെയും ഇടയിലാണ് ഒ ഉള്ളത്. സോ ഇതാണ് ആൻസർ. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര പേര് ആറിന്റെയും എല്ലിന്റെയും ഇടയിൽ പർച്ചേസ് ചെയ്തു? ഇതാണ് എല്ല്, ഇതാണ് ആർ. സോ 1 2 3 4 5. ആൻസർ 5. ക്ലിയർ? നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. അറേഞ്ച്മെന്റ് കേട്ടോ. അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിരിക്കും. സോ ഇതിന്റെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. അതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹു പർച്ചേസ് ദ പ്രൊഡക്റ്റ് 4 persons ആഫ്റ്റർ എം. എമ്മിന്റെ നാലാമത്തെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആരാണ്? എമ്മിന് ശേഷമുള്ള നാലാമത്തെ പേഴ്സൺ ആരാണെന്നാണ് കേട്ടോ. 1 2 3 4. 3 കഴിഞ്ഞ് നാലാമത്തെ പേഴ്സണെ വേണേ നോക്കാൻ. ഹു പർച്ചേസ് ദ പ്രൊഡക്റ്റ് 4 person ആഫ്റ്റർ എം. എമ്മിന് ശേഷം നാലാമത്തെ ആള്. ഓക്കെ. എം കഴിഞ്ഞ് നാലാമത്തെ ആൾ ആരാണെന്ന് നോക്കുക. അതായത് 3 കഴിഞ്ഞ് നാലാമത്തെ പേഴ്സണെ നോക്കുക. ഇതാണ് 1 person ആഫ്റ്റർ 2 3 4. ആൻസർ ഒ. ആൻസർ ഒ വരും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ തന്നെ വേറെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. 5 ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 5 ഓപ്ഷൻസിൽ എന്താണ്? 4 എണ്ണം സിമിലറാ, ഒരെണ്ണം ഡിഫറെന്റ് ആ. ഓഡ് വൺ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. അതാണ് ക്വസ്റ്റ്യൻ. കിട്ടുന്നുണ്ടോ? എൻ എസ് നോക്കാം. എൻ എസ് ഇവിടെ ഉണ്ട്. എന്നിന് ശേഷം തൊട്ട് ശേഷം എസ് വരുന്ന ഒരു ഓപ്ഷൻ. ഒ ആർ, ഒയ്ക്ക് തൊട്ട് ശേഷം ആർ വരുന്ന ഓപ്ഷൻ. ക്യൂവിന് തൊട്ട് ശേഷം കെ വരുന്ന ഒരു ഓപ്ഷൻ. എം പി, എമ്മിന് തൊട്ട് ശേഷം പി. എൽ ക്യൂ, ഇതല്ലേ ഓഡ് വൺ? ആൻസർ ഓപ്ഷൻ ഇ. ബാക്കി എല്ലാം വന്നിരിക്കുന്നത് എന്താണ്? സെയിം, ഒരാളുടെ തൊട്ട് ശേഷം അടുത്ത ആൾ പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും ബിയും നോക്കുവാണെങ്കിൽ എന്താ?
അടുപ്പിച്ചല്ല പർച്ചേസ് ചെയ്തേക്കുന്നത്. സോ N ആൻഡ് P ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് പേഴ്സൺ ടു പർച്ചേസ് ദ പ്രോഡക്റ്റ്. സെക്കൻഡ് ലാസ്റ്റ് പേഴ്സൺ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്ത് വരും? N വരും. N ആണ് സെക്കൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ആള്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who among the following purchased the product exactly between S and K? എസിന്റെയും കെയുടെയും എക്സാക്ട് നടുക്ക് വരുന്ന ആളാരാണ്? കറക്റ്റ് മിഡിൽ വരുന്ന ആളാരാണ്? ഇതാണ് എസ്, ഇതാണ് കെ. അവരുടെ ഇടയിൽ 3 പേര് വരുന്നുണ്ട് അല്ലേ? അവരുടെ കറക്റ്റ് നടുക്കാരാ? ആർ. അതാണ് എക്സാക്ട്ലി മിഡിൽ. എക്സാക്ട്ലി ബിറ്റ്വീൻ എസിന്റെയും കെയുടെയും എക്സാക്ട് ബിറ്റ്വീൻ നോക്കിയാൽ ആറാണ് ആൻസർ വരുന്നത്. ആൻസർ ആർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത് നോക്കാം. ഇത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? 7 പേരുണ്ട്. 7 പേരുണ്ട്. ഫേസിങ് നോർത്ത് ആയിട്ട് ഒരു റോയിൽ ഇരിക്കുവാണ്. അവർക്ക് ഡിഫറെന്റ് എന്താ പറഞ്ഞേക്കുന്നത് എലമെന്റ്സ് ആണ് അവരുടെ കയ്യിലുള്ളത്. ഹാവ് ഡിഫറെന്റ് എലമെന്റ്സ് അല്ലെ? അവരുടെ കയ്യിൽ ഡിഫറെന്റ് നമ്പർ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണുള്ളത്. സോ ഇൻഫർമേഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദ സെയിം ഓർഡർ ആസ് ഗിവൺ. സെയിം ഓർഡറിലല്ല, തന്നേക്കുന്ന അതേ ഓർഡറിലല്ല ഇൻഫർമേഷൻ പറയുന്നത്. സോ ഇത്രയും നമുക്കല്ലാതെ പോയിന്റ്സ് തന്നേക്കുന്നതാണ്. നമ്മുടെ എക്സാക്ട് ക്വസ്റ്റ്യൻ അടുത്ത പോയിന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു തുടങ്ങുന്നതെന്ന് നോക്കാം. The one who have gold sit third to the left of D. എല്ലാവരും ഫേസിങ് നോർത്താ. എല്ലാവരും ഫേസിങ് നോർത്താണ്. ഗോൾഡ് ഉള്ള ആൾ ഇരിക്കുന്നത് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ആണ്. എവിടെയാണോ ഡി ഉള്ളത്, ഡിയുടെ 3ാമത്തെ ലെഫ്റ്റിലാണ് ആരുള്ളത്? ഗോൾഡ് ഉള്ളത്. ഓക്കെ, ഡിയുടെ 3ാമത്തെ ലെഫ്റ്റിലാണ് ഗോൾഡ് ഇഷ്ടപ്പെടുന്ന ആൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് കയ്യിലുള്ള ആൾ ഇരിക്കുന്നത്. പക്ഷെ എന്താ? none of them sit at the any of the extreme. ഡിയോ ഗോൾഡ് ഇഷ്ടപ്പെടുന്ന ആളോ എവിടെ വരാൻ പാടില്ല? എൻഡിൽ വരാൻ പാടില്ല. അപ്പൊ ദേ ഇപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും, ഡിയുടെ റൈറ്റിലോട്ടും ഗോൾഡിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടും മിനിമം ഒരാൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര പേരുടെ പൊസിഷൻ കിട്ടി? 1 2 3 4 5 6 6 പേരുടെ പൊസിഷൻ നമുക്ക് കിട്ടി അല്ലേ? 6 പേരുടെ പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരു പൊസിഷനൂടെ ഉള്ളു നമുക്ക് ഫിക്സ് ചെയ്യാൻ. മൊത്തത്തിൽ 7 പേരേ ഉള്ളൂ. അപ്പൊ ഒരാളുടെ പൊസിഷനൂടെ അറിഞ്ഞാൽ നമുക്കത് ഫിക്സ് ആക്കാം. അപ്പൊ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട്. ഈ ഇരിക്കുന്നത് എവിടെയാ? ഈ സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദി വൺ ഹു ഹാവ് ഗോൾഡ്. ഗോൾഡ് ഉള്ള ആള് അല്ലെങ്കിൽ ഗോൾഡ് കയ്യിലുള്ള ആളിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരുള്ളത്? ഈ ഉള്ളത്. ഓക്കെ, ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഈ ഇരുത്തി. ബിയും ഇയും അഡ്ജസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബിയും ഇയും അടുത്തടുത്ത ആൾക്കാരാണ്. അപ്പം ബിക്ക് ഇവിടെ വരാനും ഒരു സാധ്യതയില്ലേ? അല്ലെ? ബിയും ഇയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. സോ ഇയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലും ഇമ്മീഡിയറ്റ് റൈറ്റിലും ബിക്ക് വരാനുള്ള സാധ്യതയില്ലേ? അപ്പൊ 2 പോസിബിലിറ്റി ആയില്ലേ? നമുക്ക് നോക്കാം. The one who have iron sit second to the left of B. നോക്കിയേ, അയൺ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയൺ കയ്യിലുള്ള ആൾ ഇരിക്കുന്നത് എവിടെയാ? ബിയുടെ 2ാമത്തെ ലെഫ്റ്റിലാണ്. ഓക്കെ, ബി ഇരിക്കുന്നതിന്റെ 2ാമത്തെ ലെഫ്റ്റിലാണെങ്കിൽ ബിക്ക് ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ട്. ബി ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ട് ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത ഇല്ല. കാരണം എന്താ? ബി ഇവിടെ വന്നാൽ ബിയുടെ 2ാമത്തെ ലെഫ്റ്റ് ഇതല്ലേ? ബി ഇവിടെ വന്നാൽ ബിയുടെ 2ാമത്തെ ലെഫ്റ്റ് ഇതല്ലേ? അവിടെ ഓൾറെഡി ആരുണ്ട്? ഗോൾഡ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ബി എനിക്ക് ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ട് ഇയുടെ നെയ്ബർ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ബി എനിക്ക് എവിടെ കൊടുക്കാം? ഇയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ട് കൊടുക്കാം. സോ ബിയും ഇയും നെയ്ബേഴ്സ് ആയി. അപ്പൊ ബിയുടെ 2ാമത്തെ ലെഫ്റ്റ് ആര് വരണം?
അയൺ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയൺ കയ്യിലുള്ള ആൾ വരണമെങ്കിൽ 6 പൊസിഷൻ ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഒരു പൊസിഷൻ ഇപ്പുറത്തോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡോ എക്സ്ട്രീം റൈറ്റ് എൻഡോ ആയിട്ട് വരാം. അത് നമ്മൾ എവിടെ കൊടുക്കും? എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ട് ബാക്കിയുള്ള ആളിനെ കൊടുക്കും. കാരണം എന്താ? ബിക്ക് സെക്കൻഡ് ലെഫ്റ്റ് ഒരാൾ വരണം, ആളുടെ കയ്യിൽ അയൺ ആണ് ഉള്ളത്. സോ എനിക്ക് അങ്ങനെ 7 പൊസിഷൻ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഫിക്സ് ചെയ്ത് അവിടെ വെച്ചു. ഇനി അതിനെ അനക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള പോയിന്റ്സ് വെച്ചിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി നോക്കേണ്ടത്. സോ ബാക്കി പോയിന്റ്സ് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? 2 persons sit between G and F. ജിയുടെയും എഫിന്റെ ഇടയിൽ എത്ര പേര് വരണം? 2 പേര് വരണം. ജിയും എഫും ഇതിൽ വന്നിട്ടില്ല അല്ലെ, 2 പേരും വന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു കാര്യം ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഈ 2 പൊസിഷനിലായിട്ടല്ലേ എനിക്ക് അവരെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ജി ഇവിടെ വരും, എഫ് അവിടെ വരും, അല്ലെങ്കിൽ തിരിച്ചു വരും. കാരണം 2 പേരിടയിൽ വരണം. 7 പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 പേർത്തെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. വേക്കൻസിയിൽ ഇപ്പോഴത്തെ വേക്കൻസി അനുസരിച്ചിട്ട് ആ 2 പൊസിഷനിൽ അവരെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. The one who has Mercury, മെർക്കുറി ഉള്ള ആള് sits 4 to the right of G. ജിയുടെ 4ാമത്തെ റൈറ്റിൽ വേണം ഇരിക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ജിയും എഫും ഈ 2 പൊസിഷനുകളിലായിട്ടേ വരത്തുള്ളൂ അല്ലെ. ജിയും എഫും ഈ 2 പൊസിഷനുകളിലായിട്ടേ വരത്തുള്ളൂ. അതിൽ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 2 പൊസിഷനിൽ വരണം എന്നുണ്ടെങ്കിൽ ജിയുടെ 4ാമത്തെ റൈറ്റിൽ എനിക്ക് മെർക്കുറിയെ കൊടുക്കണമെങ്കിൽ ജി ഇവിടെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. കാരണം ജിയുടെ 4ാമത്തെ റൈറ്റ് ഒരു വേക്കൻസി ഇല്ല. അപ്പൊ ജി എനിക്ക് എവിടെ കൊടുക്കാനേ പറ്റൂ? ഇവിടെ. എഫ് എവിടെ വരും? ദേ ഇവിടെ. ജിയുടെ 4ാമത്തെ റൈറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 ആര് വരും? ഡി വരും. ഡിക്കാണ് മെർക്കുറി ഉള്ളത്. ഡിയുടെ കയ്യിലാണ് മെർക്കുറി ഉള്ളത്. ഓക്കെ, പിന്നെ കോപ്പർ കയ്യിലുള്ള ആള് ഇരിക്കുന്നത് എവിടെയാ? ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദി വൺ ഹു ഹാസ് സിൽവർ. സിൽവർ ഉള്ള ആൾ ഏതാണോ അയാളുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് കോപ്പർ ഉള്ള ആൾ ഇരിക്കുന്നത്. അപ്പൊ 2 വേക്കൻസി വരണം അല്ലെ. 2 വേക്കൻസിയിൽ അടുപ്പിച്ചാണ് എനിക്ക് സിൽവറിനെയും കോപ്പറിനെയും ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോപ്പർ ഉള്ള ആള് സിൽവർ ഉള്ള ആളുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണെന്ന് പറയുമ്പോൾ ഈ 2 പ്ലേസിൽ ഇയും എഫിനെ മാത്രം, അല്ലെങ്കിൽ ഈ എഫ് ആയിട്ടല്ല എനിക്ക് അവരെ കൊടുക്കാൻ പറ്റൂ. ജിക്ക് പറ്റത്തില്ല. കാരണം ജിക്ക് 2 നെയ്ബേഴ്സ് ഗോൾഡും അയണും ആണ്. മെർക്കുറി ദേ ഇവിടെ പറ്റത്തില്ല. ബാക്കിയുള്ള ഓപ്ഷൻ ഇക്കും എഫിനും ആ 2 കോപ്പറിനെയും സിൽവറിനെയും കൊടുക്കുക. അതില് കോപ്പർ ഉള്ള ആള് സിൽവറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണെങ്കിൽ സിൽവർ എനിക്ക് ആർക്ക് കൊടുക്കാം? ഇക്ക് കൊടുക്കാം. കോപ്പർ എനിക്ക് ആർക്ക് കൊടുക്കാം? എഫിന് കൊടുക്കാം. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അവിടെ വരെ നമ്മൾ എടുത്തു. ഇനിയും പറഞ്ഞേക്കുന്ന പോയിന്റ് നിക്കലുള്ള ആളെന്ന് പറയുന്നത് സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് ആൻഡ് ടു ദ റൈറ്റ് ഓഫ് എ. അപ്പൊ ആരുടെ കയ്യിലാണോ നിക്കലുള്ളത്, നിക്കലുള്ള ആള് എഫിന്റെ ലെഫ്റ്റിലാണ്. പക്ഷെ എന്താ? എയുടെ റൈറ്റിലോട്ടാണ്. ഇത് എ അല്ല കേട്ടോ, എയുടെ റൈറ്റിലാണ്. അപ്പൊ എനിക്ക് എങ്ങനെ കൊടുക്കാം? നിക്കലുള്ള ആളെന്ന് പറയുന്നത് എയുടെ റൈറ്റിലോട്ടാണ്, എഫിന്റെ ലെഫ്റ്റിലോട്ടാണ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും എനിക്ക് നിക്കലിനെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ 5 വേക്കൻസിയിൽ 5 എലമെന്റ്സിനെ ഓൾറെഡി കൊടുത്തു അല്ലെ. അപ്പൊ ഇവിടെ ഈ എലമെന്റ് ആയിട്ട് എനിക്ക് നിക്കൽ കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ. കാരണം എന്താ? എഫിന്റെ ലെഫ്റ്റിലോട്ട് വേണം നിക്കൽ വരാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ നിക്കൽ കൊടുത്താൽ എഫിനെ കൊടുക്കാൻ എനിക്ക് വേക്കൻസി ഇല്ലാതായിപ്പോ. സോ എനിക്ക് ഇവിടെ ആരെ കൊടുക്കാം? നിക്കൽ കൊടുത്താൽ എയുടെ റൈറ്റിലോട്ടാണ് നിക്കൽ ഇഷ്ടപ്പെടുന്ന ആൾ ഇരിക്കുന്നത്. എഫിന്റെ ലെഫ്റ്റിലോട്ടാണെന്ന് പറയുമ്പോൾ എഫ് ഓൾറെഡി നമ്മൾ കൊടുത്തല്ലോ അല്ലെ. ഇവിടെ എഫ് ഉണ്ട്. അപ്പൊ എഫിന്റെ ലെഫ്റ്റില് നിക്കല്, എയുടെ റൈറ്റിൽ നിക്കല്. സോ പോയിട്ട് ബാക്കിയുള്ള എലമെന്റ് ആരേ ഉള്ളൂ? എ ഫിക്സ് ചെയ്തു, ബി ഡി ഇ എഫ് ജി. അപ്പൊ ആരുണ്ട് ബാക്കി? സി എനിക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, സി ഞാൻ അവിടെ ഫിക്സ് ചെയ്താൽ ബാക്കി ഒരു എലമെന്റേ ഉള്ളൂ ഇനി ഫിക്സ് ചെയ്യാൻ. ആ എലമെന്റ് ഏതാ? അലൂമിനിയം ആയിരിക്കും സി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ ഒരു ബേസിസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. സി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിയുടെ കയ്യിലുള്ള എലമെന്റ് ഏതാണ്? ഏത് വരും? അലൂമിനിയം. ഓപ്ഷൻ എ.
അലൂമിനിയം ആണ് ആൻസർ. അപ്പൊ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് നോക്കിയോ? അപ്പം ഈ ഒരു മോഡലിൽ നമുക്ക് എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ വന്ന സെയിം ക്വസ്റ്റ്യൻസ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ ആൻസർ എടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. സിൽവർ ഉള്ളത് ആരുടെ കയ്യിലാണ്? സിൽവർ ഉള്ളത് ആരുടെ കയ്യിലാ? ഇ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എ? എ വെച്ച് നോക്കുമ്പം ജിയുടെ പൊസിഷൻ എന്താണ്? വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ജി? ജിയുടെ പൊസിഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പം? എ വെച്ച് നോക്കുമ്പം ഏതെങ്കിലും ഓപ്ഷനിൽ എന്ത് കാണും? ഇമ്മീഡിയറ്റ് റൈറ്റ് അല്ലേ? പൊസിഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുമ്പോൾ എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? ജി ഇരിക്കുന്നത്. ദെൻ അടുത്ത നോക്കാം. How many persons sit to the left of the one who have copper? അല്ലെ, കോപ്പർ കയ്യിലുള്ള ആളിന്റെ ലെഫ്റ്റിലോട്ട് എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതാണ് കോപ്പർ. 1 2 3 4. ആൻസർ എന്ത് വരും? 4. ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ 4 കാണും. 4 നോക്കി സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് പല രീതിയിൽ ചോദിക്കാം. പല രീതിയിൽ ചോദിക്കാം. കോപ്പറിന്റെ റൈറ്റിലോട്ട് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ സിയുടെയും ഗോൾഡ് ഇഷ്ടപ്പെടുന്ന ആളിന്റെയും അല്ലെങ്കിൽ ഗോൾഡ് കയ്യിലുള്ള ആളിന്റെയും സിയുടെയും ഇടയിൽ എത്ര പേഴ്സൺ ഉണ്ട്? 3. അപ്പൊ പല രീതിയിലും പല ഭാവത്തിൽ ക്വസ്റ്റ്യൻ വരാം. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ. ഓപ്ഷനില് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് പറയുക. എ നിക്കൽ അല്ല, ഇ സിൽവർ. ഇ സിൽവർ ആണ്. ഓപ്ഷൻ ബി. ബാക്കി നോക്കിയേ. ഡി കോപ്പർ അല്ല, സി മെർക്കുറി അല്ല, ജി ഗോൾഡ് അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി സിൽവർ. ഓപ്ഷൻ ബി ഇ സിൽവർ. ഇക്ക് സിൽവർ ആണ് ഇഷ്ടം. കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാ. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത് കറക്റ്റ് കോമ്പിനേഷൻ, അതായത് ചിലപ്പം ഇൻകറക്റ്റ് ചോദിക്കും. ഇൻകറക്റ്റ് ചോദിക്കേണ്ടടുത്ത് നമ്മൾ കറക്റ്റ് എഴുതി വെച്ചാൽ അവിടെ ആൻസർ തെറ്റും. ഓക്കെ, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിക്കുന്നതിന് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇനി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് അതിന്റെ പാർട്ട് 2 വരുന്നത് കേട്ടോ. പാർട്ട് 2 നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പാർട്ട് ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ പോലെ 15 ക്വസ്റ്റ്യൻ എടുത്തതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 15 ക്വസ്റ്റ്യൻസും ഈ ഒരു സീറ്റിംഗ് പ്ലസ് പസിലായിരുന്നു. കഴിഞ്ഞ ദിവസം എടുത്തതിലും 2 ക്വസ്റ്റ്യൻ, 2 സെറ്റ് ആണെന്ന് തോന്നുന്നു. 2 സെറ്റ് നമുക്ക് അറൗണ്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. അതായത് ഏകദേശം ഒരു 25 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിങ്ങും 25 ക്വസ്റ്റ്യൻസ് സീറ്റിങ്ങും ഓർഡറിങ്ങും കൂടെ ചേർന്നിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസാ. ഓർഡറിങ് എന്ന് പറയുന്നത് സീറ്റിങ്ങിന്റെ ബേസ് ആണ്. ഓർഡറിങ് ആണ് സീറ്റിങ്ങിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് എന്താണ് കൂടുതലും വെയിറ്റേജിന് വരുന്നത്. പ്രത്യേകിച്ച് SBI POയ്ക്ക്, പിന്നെ IBPS POയ്ക്കും ഏകദേശം ഈ ഒരു എന്താണ് പാറ്റേൺ തന്നെയാണ്. പക്ഷെ അവിടെ 35 ക്വസ്റ്റ്യൻ വെയിറ്റേജ് വരും. ഇവിടെ 30 ക്വസ്റ്റ്യനിൽ 25 ക്വസ്റ്റ്യൻ സീറ്റിംഗ് പസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. മെയിൻസിന് വന്നാലും മെയിൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ കൂടുതലും അതൊന്ന് ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളതും ഫോക്കസ് ചെയ്യുക. കൂട്ടത്തിൽ എക്സ്ട്രാ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പല മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ വന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പാർട്ട് നമുക്ക് വീണ്ടും നോക്കാം കേട്ടോ. പ്രിലിംസിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഓക്കെ, താങ്ക് യു.